മൈ വേന്യൂ. അപ്പോൾ നമുക്ക് ഇന്നും ഒരു ഓഫർ സെയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു 850 വെച്ചിട്ടാണ് കേട്ടോ. എല്ലാം നമ്മൾ ഇവിടെ ബുട്ടിക്ക് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഈ ഒരു സൈസിൽ ചിലപ്പോൾ ഇതിനകത്ത് ലേബൽ ഉണ്ടാവില്ല, എന്നാൽ ഇതിന്റെ മെഷർമെന്റ് നമ്മൾ നോക്കിയിട്ടായിരിക്കും. ഇപ്പോൾ ഓഫറിൽ ഇങ്ങനെ ഇടുന്ന സിംഗിൾ പീസ് ഞാൻ പറയാം. അല്ലാതെ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു ലാർജ് ആണെന്ന് വെച്ചാൽ ഈ പീസ് ഇപ്പം നിങ്ങൾ ബുക്ക് ചെയ്യാണ്. ഞാനിപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പം ഇത് കിടക്കുന്നത് XL ആണെങ്കിൽ ഇതിനകത്തോട്ടുള്ള മെഷർമെന്റ് ഞാനിപ്പം സൈഡ് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത്രയും സ്പേസ് ഇതിന്റെ അകത്ത് നമ്മൾ സ്റ്റിച്ച് അടക്കം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നെക്സ്റ്റ് ഇപ്പോൾ ഈ ലാർജ് ഒരു സ്റ്റിച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ XL-ലേക്കാവും. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ XXL-ലേക്കാവും. ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പോൾ സ്പേസ് ഇല്ലാതെ നമ്മൾ അതിന്റെ ബുക്കിംഗ് ഒരിക്കലും എടുക്കൂല. ഇപ്പോൾ XXL-ന്റെ ബുക്കിംഗ് ആണെങ്കിൽ നമ്മൾ മെഷർമെന്റ് ബസ്റ്റ് സൈസ് 22 ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിന്റെ എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ പീസിൽ തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു സൈസ് ചാർട്ട് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് എയർലൈൻ ആയതുകൊണ്ട് നമുക്ക് ഇതെല്ലാം കണ്ടോ അത്രയും സ്പേസ് ഇട്ടിട്ടാണ് നമ്മൾ അതിന് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ലാർജിന്റെ ബുക്കിംഗ്, ഇത് ലാർജിന്റെ പീസിന് നമുക്ക് മീഡിയത്തിന്റെ ബുക്കിംഗ് ആണ് വരുന്നതെങ്കിലും നമ്മൾ ജസ്റ്റ് ആ ഒരു ഷേപ്പ് നമ്മൾ മീഡിയത്തിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കറക്റ്റ് ലാർജിന്റെ ബുക്കിംഗ് അങ്ങനെ നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കുന്ന പീസുകളായതുകൊണ്ട് നമ്മൾ ആ ഒരു സൈസ് ചാർട്ടിലേക്കാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രം ബുക്ക് ചെയ്യുക. അപ്പൊ ചിലപ്പോൾ നമ്മൾ ലാർജിന്റെ ഈ ഒരു പീസ് ലാർജ് ആണെങ്കിൽ മീഡിയത്തിന്റെ ബുക്കിംഗ് ആണ് വരുന്നതെങ്കിൽ ഈ പീസിൽ ഞങ്ങൾ മീഡിയം ഷേപ്പ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഇവിടെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ചെയ്യാട്ടോ. പിന്നെ ലേബലിന്റെ കാര്യത്തിൽ ചിലപ്പോൾ നമ്മൾ മാറിപ്പോയ ലേബലോ അല്ലെങ്കിൽ അതിൽ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ബസ്റ്റ് സൈസ് ഇപ്പോൾ ബുക്ക് ചെയ്യുന്നത് ലാർജ് ആണെങ്കിൽ ആംപി ടു 20 ഉണ്ടോ നിങ്ങൾ നോക്കുക, കറക്റ്റ് ആണോ എന്ന്. ചിലപ്പോൾ ഓരോ ഫാബ്രിക്സിന്റെയും നമുക്ക് മെഷർമെന്റ് വ്യത്യാസം ഉണ്ടാവും. റയോണിന്റെ ചിലപ്പോൾ കുറച്ച് ബോഡി ഹഗിങ് ആയിരിക്കും, കോട്ടൺ ചിലപ്പോൾ സ്റ്റിഫ് വിത്ത് ലൈനിങ് ആണെങ്കിൽ ചിലപ്പോൾ ഇത്തിരി ടൈറ്റ് ആയിരിക്കും. അതെല്ലാം ഓരോ മെറ്റീരിയൽസിന്റെ ആണ്. അല്ലാതെ എന്താ പറയുക, നമ്മൾ അയച്ച സൈസിന്റെ അതല്ല. ചിലപ്പോൾ ഇത്തിരി ലൂസ് ഫിറ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ വിത്തൗട്ട് ലൈനിങ്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെയുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ് അത് പറയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഈ വേറെ ചെയ്തേക്കുന്ന എയർലൈൻ പാറ്റേൺ ആണ്. ഇത് ടോപ്പ് ഓൺലി ആണ്. ബോട്ടം കൂടെ വേണമെങ്കിൽ എക്സ്ട്രാ ഉണ്ട്, പലാസോ ബോട്ടം. അപ്പോൾ ഇത് ഹാഫ് സ്ലീവ് ആയിട്ട് വരുന്നത് കേട്ടോ. വീനൊക്കെ ആയിട്ട് സിമ്പിൾ ആയിട്ട് എയർലൈൻ പാറ്റേണിലേക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഈ ഒരു പാറ്റേൺ ആണ്, ഈ ഒരു കളർ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ റേയോണിലോട്ട് നല്ല എയർലൈൻ പാറ്റേണിലേക്ക് ഇതുപോലെ ഈ ഒരു വന്നേക്കുന്ന. ഇത് കുറച്ചും കൂടെ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് ഇത്തിരി ടൈറ്റ് ആയിട്ടുള്ളവർക്ക് നല്ല സ്ലിം ഫിറ്റ് ആയിട്ട് തോന്നും, ഭയങ്കര ഒതുങ്ങി കിടക്കും. അത് ഈ ഫാബ്രിക് അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഓരോന്നിന്റെയും നമ്മൾ ചിലപ്പോൾ സൈസിൽ ചിലപ്പോൾ ഒരു വേരിയേഷൻ ചിലത് ഉണ്ടാവും. അതാണ് ഞാൻ പറയണേ, ഓരോ ഫാബ്രിക്കിന്റെ ആണത്. അപ്പൊ ഇത് വീനെക്കിലോട്ട് ഒരു സെന്ററിൽ പടി വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ റേയോൺ ആണ് ഫാബ്രിക് വരുന്നത്. സാധാരണ നമ്മൾ അജ്രക്ക് വന്നിട്ട് സ്ലിറ്റിലോട്ടാ ചെയ്യാറ്, കാരണം അത്യാവശ്യം കോസ്റ്റ് നന്നായിട്ട് വരുന്ന ഫാബ്രിക് ആയതുകൊണ്ട്. ഇത് പക്ഷേ എ ലൈനിലോട്ട് ചെയ്തിട്ടുണ്ട്. മിഡിൽ ഒരു പീസ് വെച്ചിട്ട് ഈ ഒരു പാറ്റേണിലേക്ക് എ ലൈൻ ആണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഒരു XL to XXL മെഷർമെന്റ് വരെ ഇതിന്റെ അകത്ത് സ്പേസ് ഉണ്ട്. ഒരേക്ക് XL മാക്സിമം XL ആണ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്തുള്ളവർക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുക. അതായത് മീഡിയം തുടങ്ങിയിട്ടാണെങ്കിലും നമ്മൾ ഓൾട്രേഷൻ നമ്മൾ ചെയ്ത് തരും. ഓക്കെ, അതായത് മീഡിയം ആണെങ്കിലും ലാർജ് XL വരെ അത്രയും വരെ നമുക്ക് കിട്ടുള്ളൂ ഇതിനകത്ത്. ഇത് പ്യോർ മൊഡാൽ സിൽക്ക് ആണ് ഫാബ്രിക്. ഇത് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് നല്ലത്. പിന്നെ ഫുള്ളി ഹാൻഡ് വർക്ക് ആണ്. ഇത് പേൾ വർക്ക് ആണ് ഫുൾ വന്നേക്കുന്നത്. കണ്ടോ, പേൾ കൊണ്ടുള്ള വർക്കാണ് ഇതിനകത്തോട്ട് ഫുൾ ഓൾ ഓവർ വന്നേക്കുന്നത്. ഇതെല്ലാം വർക്കാണ്. ഇതെല്ലാം സിംഗിൾ പീസ് ആയതുകൊണ്ട് നമ്മൾ ഇട്ടേക്കുന്നതാണ്. ഇതൊരു ഹൈലോ സ്റ്റൈലിലോട്ടോ ചെയ്തേക്കുന്നത്. രണ്ട് സൈഡും കുറച്ച് ഇങ്ങനെ ഇതായിട്ട് ഈ ഒരു ഫാഷനിലേക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ വീനെക്കാണ് ഈ ഒരു പാറ്റേൺ. ഈ അജ്രക്ക് ഇത് പ്യോർ അജ്രക്ക് തന്നെയാണ്, പക്ഷെ ഒരു ഡൾ ലുക്ക് ഉണ്ട്. കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ, അജ്രക്കിന് എപ്പോഴും ഒരു നിറച്ച ലുക്ക് ഉണ്ടാവും. അത് ചിലതിന് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ ഇതിന് കുറച്ചൊരു ഡൾ ലുക്ക് ഉണ്ട്. ഇതുപോലെ ബ്ലൂ കളർ പ്ലസ് ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ട് എയർലൈൻ പാറ്റേൺ ആണ്. ഇത് പീസായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിന്റെ അൺസ്റ്റിച്ച്ഡ് കാണിച്ചായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ഫാബ്രിക് ആണ്, സ്റ്റാൻഡേർഡ് ഉള്ള ഫാബ്രിക് വിത്ത് ലൈനിങ്. ബോട്ടനെക്ക് ആണ്. പിന്നെ ഇതിന് ബോട്ടം ഒരു പലാസോ ബോട്ടം ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ബോട്ടം നമുക്ക് ഒരു പ്ലസ് സൈസ് XL വരെ യൂസ് ചെയ്യാം. അതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ ഇതൊക്കെ നമ്മൾ സിംഗിൾ ആയിട്ട് ചെയ്തേക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഇതാണ് ടോപ്പ്. ടോപ്പ് ബോട്ടം ദുപ്പട്ട. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മാക്സിമം XL വരെയുള്ള സൈസിന് കിട്ടും. അതായത് ആ ഒരു സൈസ് ചാർട്ടിലാണ് ചെയ്തേക്കുന്ന. മീഡിയം ലാർജ് XL വരെയുള്ളവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്ലെയിൻ തന്നെയാണ്. നെറ്റ് കോട്ട ഫാബ്രിക്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ കണ്ടോ, 4 സൈഡും ക്രോഷോ ലേസ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഫാബ്രിക് ആണ് ഇതേപോലെ കണ്ടോ. ഇതേപോലെ നല്ല വിട്ടും ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ്. ടോപ്പ് ബോട്ടം ആണ് ഇത് വന്നേക്കുന്നത്. ഓക്കെ, പ്യോർ ആണ്. അതിനകത്തോട്ട് ഫുള്ളി ഈ ഒരു ഹാൻഡ് വർക്ക് വന്നേക്കുന്നതാണ്, സ്കാലപ്പ് ഒക്കെ വെച്ചിട്ട്. എന്നിട്ട് അതിനകത്തോട്ട് ഫുള്ളി ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ. സ്ലീവിലോട്ടും വർക്ക് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഫോൾഡിങ് വരുമ്പോൾ ഈ പ്യുവർ ഫാബ്രിക്സ് അല്ലെങ്കിൽ ഡൈ ചെയ്ത ഫാബ്രിക് ഫോൾഡിങ് വരുമ്പോൾ അവരുടെ കളറ് ഈ സൺലൈറ്റിന് എക്സ്പോസ് ആയിട്ട് നിൽക്കുമ്പോൾ അത് ചിലപ്പോൾ ഇത്തിരി ഇതാവും. അതുപോലെ ഈ ഒരു പോർഷനിൽ ചെറുതായിട്ടുണ്ട്, കാണാമോ എന്നറിയില്ല, കണ്ടോ ഈ പോർഷനിൽ. അപ്പോൾ അത് കൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ അത് വേണമെന്നുള്ളവർ ചെയ്യുക. ലാർജ് ടു എക്സൽ ആ ഒരു മെഷർമെന്റിലേക്ക് കിട്ടും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ അൺസ്റ്റിച്ച്ഡ് ഉണ്ട്. ഞാനിപ്പോൾ നേരത്തെ കാണിച്ചതിൻ്റെയും അൺസ്റ്റിച്ച്ഡ് വേണം എന്നുള്ളവർക്ക് പറയാട്ടോ. ഇതും നമ്മൾ സിംഗിൾ പീസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് കാണിക്കുന്ന, ഇത് നമുക്കൊരു എക്സൽ വരെയുള്ള മെഷർമെന്റിലേക്ക് നമ്മൾ ഓൾട്ടറേഷൻ ചെയ്യാൻ പറ്റും. ആ ഒരു മെഷർമെന്റ് ആണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഓക്കെ, ഇതുപോലെ ഫുള്ളി ത്രെഡ് വർക്ക് ആണ്, ഇങ്ങനെ നല്ല ചെയ്ത് നിൽക്കുന്നത് കണ്ടോ. ചിക്കൻ കാരിയുടെ സിമിലർ ആയിട്ട് ബാക്ക് സൈഡ് ഇതിന്റെ ഇങ്ങനെയാണ്, വിത്ത് ലൈനിങ് ആണ്. ഇതിന്റെ ഫുൾ ത്രെഡ് ആണ്, വൺ സൈഡ് രണ്ട് സൈഡും മിറർ വർക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ ടോപ്പ്. ബോട്ടം ദുപ്പട്ട നമ്മൾ പലാസോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കോട്ടൺ ആണ് കേട്ടോ ദുപ്പട്ട ബോട്ടം വന്നിട്ട്. അതായത് സ്മോള് മീഡിയം ആണെങ്കിൽ നമ്മൾ ആ സൈസിലേക്ക് ആക്കി തരാം. ഇതുപോലെ വി നെക്കാണ്. ഇതുപോലെ ഇത് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇതുപോലെ ത്രെഡ് വർക്ക് ഒക്കെ വന്നിട്ട് കണ്ടോ, നല്ല ബോർഡർ ആയിട്ട്. അപ്പോൾ നമുക്ക് കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ്. വി ഫാബ്രിക് ആണ്. ജെറ്റ് ബ്ലാക്ക് അല്ല, ഒരു ആഷ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷനിലേക്ക് വന്നിരിക്കുന്നതാണ്. ഫുൾ ഹാൻഡ് വർക്ക് ആണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ഇതിനകത്തേക്ക് കൊടുത്തിരുന്ന ക്ലോത്ത് ബട്ടൺ എല്ലാം കൊടുത്തിട്ട് ഈ ഒരു ഫാബ്രിക് എ ലൈൻ പാറ്റേൺ ആണ് ഇത്. ഇതും നമുക്ക് അപ് ടു ഒരു കണ്ടോ സ്പേസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ ലാർജിന്റെ പീസ് ആണെങ്കിലും നമ്മൾ ഇത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് നെക്സ്റ്റ് എക്സൽ വരേക്കും നമുക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ചെയ്തിട്ടാണ് അയക്കുന്നത്, മുമ്പേ പറയുന്നതാണ്. ഇതുപോലെ ഓക്കെ, ഓരോ ഇതുണ്ടോ ടാസിൽസ് ഒക്കെ വെച്ചിട്ട് എൻഡിലോട്ടും ഇതേപോലെ ക്രോഷോ ലേസ്. ഇതിന് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതേപോലെ ഈ ഒരു ഫാബ്രിക് പിന്നെ കോളർ പാറ്റേണിലേക്ക് ചെയ്തിട്ട് കഫ്താനാണ്. ഇതുപോലെ ഇതിന് രണ്ട് സൈഡ് ബോർഡറും ഉണ്ട് കണ്ടോ. ഇതുപോലെ ഈ ഒരു ബോർഡറും കൂടെ വരുന്നുണ്ട് ഈ കഫ്താൻ. ഓക്കെ, ബാക്ക് സൈഡും സെയിം ഫാബ്രിക് തന്നെയാണ്. ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ. ഇതിനൊരു പ്രിൻസസ് കട്ട് യോക്ക് വെച്ചിട്ട് ക്ലോത്ത് ബട്ടൺ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഇൻവേർട്ടഡ് പ്ലീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഒത്തിരി പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഉള്ളത് പ്ലസ് സൈസ് വരേക്കും കിട്ടും കേട്ടോ. അപ് ടു 3XL വരെ, 3XL to 4 വരെയും കിട്ടാൻ ഇതുണ്ട്. ചെയ്യുന്ന നല്ല ഫുള്ളി ഹാൻഡ് വർക്ക് ആണ്. ബാക്ക് സൈഡിൽ ലൂപ്പും ബട്ടണും വെച്ചിട്ടുണ്ട്. പ്യുവർ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത്. ഫുള്ളി ഹാൻഡ് വർക്ക് ആണ്. ഓക്കെ, ഇത് വന്നിട്ട് ഒരു സെമി സിൽക്ക് ഫാബ്രിക് എന്ന് പറയില്ല, അതുപോലെ നമ്മളിത് ഹാൻഡ് വർക്കാണ് ചെയ്തേക്കുന്നത്. ത്രെഡ് വർക്ക്, ഹാൻഡ് എംബ്രോയിഡറി ചെയ്തേക്കുന്നതാണ്. 4 സൈഡും ക്രോഷോ ലേസ് വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ, സ്ലിറ്റ് ഉള്ള പാറ്റേൺ. സ്ലീവിലേക്ക് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്, വിത്ത് ലൈനിങ് ആണ്. ഇതിൽ നമ്മൾ ഓണത്തിന് ചെയ്തതാണ്. പക്ഷെ ആരെങ്കിലൊക്കെ ട്രൈ ചെയ്യുമ്പോൾ നമുക്കിത് രണ്ടുപേരുടെ കയ്യിലിരിക്കുമ്പോഴേക്കും ആ ഒരു കളർ ഒരു ഇതാവണ മാതിരി തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഫുള്ളി ഹാൻഡ് വർക്കാണ്, പടി പോലെ വെച്ചിട്ട് വീനക്ക് വിത്ത് ഓർഗൻസ, സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക് ആണ്. നെറ്റ് കോട്ട, സോഫ്റ്റ് ഡയബിൾ നെറ്റ് കോട്ട ഫാബ്രിക് ആണ്. ഇതിനകത്തോട്ടും ഇതുപോലെ ഹാൻഡ് വർക്ക് വന്നിട്ട് ബാക്കിലെ ലൂപ്പും ബട്ടണും ഉണ്ട്, വിത്ത് ലൈനിങ് ആണ്. സ്ലീവ് ഇതേപോലെ ചെറിയൊരു പഫൊക്കെ വെച്ചിട്ട് ഹാൻഡ് വർക്ക് ആയിട്ട് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ. ഇതേപോലെ. അപ്പൊ ഇത് ഇത്രയാണെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് എങ്ങനെയും ഒരു 5 days, 5 to 6 അല്ലെങ്കിൽ മാക്സിമം 1 week ആണ്. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സൈസ് ഉള്ളത് നമ്മൾ ഓൾട്ടറേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം എടുക്കും. അപ്പൊ അങ്ങനെയുള്ളവർ ബുക്ക് ചെയ്യുക. ഓക്കെ.